എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മത്സരത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻ അത് കൊടുക്കുകയാണ്. മത്സരം നടക്കുന്ന സമയം മറ്റാർക്കും മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ അനുവാദമില്ല. അവിടേക്ക് മത്സരാർത്ഥികൾക്ക് മാത്രമേ കടന്നു ചെല്ലാനായിട്ട് പറ്റൂ. അത് കേട്ട് മുൽമയാണെങ്കിൽ ഇപ്പൊ ടെൻസ്ഡായി അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം മറ്റൊരാളാണെങ്കിൽ അനൗൺസ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. മൊത്തം 137 പേരാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് മത്സരിക്കാനായിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 137 പവർഫുൾ ആയിട്ടുള്ള മല്ലന്മാര്. 8 പേർക്ക് മാത്രമായിരിക്കും ഈ പ്രിലിമിനറി ടെസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ മത്സരത്തിലേക്ക് മത്സരിക്കാനായിട്ട് കഴിയൂ. അത് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ഒരുപാട് ടെൻഷൻ തോന്നും. ഇവിടെ മുൻമയ്ക്കാണെങ്കിൽ അകത്ത് എന്താ നടക്കണമെന്ന് കാണാനായിട്ട് കഴിയില്ല. ഓ നോ, ഈ ചുമര് അത് വളരെ വലുതാണ്. എങ്ങനെയെങ്കിലും എനിക്ക് അപ്പുറം നടക്കുന്ന എന്താണെന്ന് കാണണം. പന്നിക്കുട്ട, നീ എത്രയും വേഗം ഒരു ചെയറായിട്ട് മാറും. അതിന് പന്നിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നീ എപ്പോഴും ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് ഓരോരോ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ഉൽമയാണെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങും. ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ പന്നി പന്നി എന്ന് വിളിക്കും. വേറെ വഴിയില്ലാതെ അവൻ സ്റ്റൂളൊന്നുമായിട്ട് മാറാതെ ഇപ്പോൾ അവൾക്ക് കയറി നിൽക്കാനായിട്ട് അങ്ങനെ അവിടെ ഇരിക്കാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മുതുകിൽ ചവിട്ടി മുകളിലേക്ക് പതിയെ കയറും. അവൾക്കാണെങ്കിൽ ഓപ്പോസിറ്റ് നടക്കുന്ന മത്സരം അതിപ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളെല്ലാവരെയും പ്രിലിം മത്സരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2 ബ്ലോക്കുകൾക്ക് മാത്രമേ ഫൈനൽ മത്സരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കൂ. സോ എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് തന്നെ മത്സരിക്കണം എന്ന് അദ്ദേഹം പറയും. മത്സരത്തിൽ ആരും തന്നെ അവരവരുടെ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഓൺ എനർജി ഉപയോഗിച്ച് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നമ്പർ ഉണ്ടാവും, അത് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ആ നമ്പർ ഒരിക്കലും മാറ്റാനായിട്ട് പാടില്ല. അത് കേട്ട് ഗോക്കുവും മൊട്ടപ്പനും അവർ 2 പേരും ബോക്സിൽ നിന്ന് പേപ്പർ എടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ 93 ആയിരിക്കും കിട്ടുക. ഇവിടെ ഗോക്കുവിന് 70യും. അവരുടെ ബ്ലോക്ക് അതേതാണെന്ന് കൺഫ്യൂഷനോട് കൂടെ അവർ ചെക്ക് ചെയ്യും. അതിന് ഹാൻസം ബോയ് പറയും ബ്ലോക്ക് 3 അവിടെയാണ് നിങ്ങളുടെ ടീം. സോ അവിടെ നിന്ന് വേണം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ. എൻ്റെ നമ്പർ 30 ആണ്, ഞാൻ ബ്ലോക്ക് 2-ലാണ്. നമ്മളെല്ലാവരും ഒരു ടീമിലാവാഞ്ഞത് നന്നായി. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫൈറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞ് ബോയ് ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ അവസാനത്തെ വാമപ്പും പ്രാക്ടീസും ഒക്കെ തന്നെ കാര്യമായിട്ട് ചെയ്യുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഇവരെ കാണുന്നില്ലേ, ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം. മാസ്റ്റർ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് തന്നിട്ടില്ല, നമ്മളെങ്ങനെ ഇവരോട് ഫൈറ്റ് ചെയ്ത് ജയിക്കും. അതിന് ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനെ സമാധാനിപ്പിക്കും. മാസ്റ്റർ നമുക്ക് ഒരുപാട് ട്രെയിനിങ് തന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നമുക്കത് ഉപകാരമായിട്ട് വരും. ഇവരെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് പറയുന്ന അടുത്ത നിമിഷം തന്നെ ഇപ്പൊ റഫറി ആണെങ്കിൽ ഗോക്കുവിന്റെ നമ്പർ വിളിക്കുകയാണ്. ആദ്യം ഗോക്കുവിന്റെ മാച്ചാണ്. അവനാണെങ്കിൽ റിങ്ങിലേക്ക് ചാടിക്കയറും. ഹാൻസം ബോയ് ആണെങ്കിൽ ആവേശത്തോടു കൂടെ അവന്റെ മാച്ച് കാണാൻ അവിടേക്ക് ഓടിയെത്തും. ദൂരത്തായിട്ട് നമ്മുടെ ഉൽമ പെണ്ണ്, അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ആദ്യത്തെ ഫൈറ്റ് അത് ഗോക്കുവിൻ്റെതാണ്. പന്നിക്കുട്ടനാണെങ്കിൽ ഒരുപാട് വേദനയിൽ കടിച്ചു പിടിച്ചായിരിക്കും അവളെ താങ്ങി നിൽക്കുക. ഗോക്കു ആണെങ്കിൽ അവന്റെ ഓപ്പണന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. ഉടനെ ഒരു ജിമ്മൻ കപ്പട മീശക്കാരൻ അവിടേക്ക് ചാടി വരും. ഓ നോ, നിന്നെ പോലെ ഒരു ചെറിയ കുട്ടിയായിട്ടാണോ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടത്? അതിന് ഗോക്കു പറയും, ഞാൻ കാണാൻ ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. അടുത്ത നിമിഷം ബെല്ലങ്ങനെ മുഴങ്ങും. അവർ 2 പേരും ഫൈറ്റ് ചെയ്യാൻ പാഞ്ഞടുക്കും. ഗോക്കു ആണെങ്കിൽ അവന്റെ കാലിന്റെ ഇടയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ആ കപ്പട മീശക്കാരൻ അവൻ ചുറ്റും നോക്കും. അതിന് ഗോക്കു പറയും, ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവന്റെ ഒരു വിരൽ വെച്ച് ഇപ്പൊ ആ മല്ലനെ ടച്ച് ചെയ്യാണ്. അടുത്ത നിമിഷം അവന്റെ കൺട്രോൾ പോയി അവൻ പുറത്തേക്ക് അടിച്ചു വീഴും. അത് കണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. ഗോകുവിന്റെ പവർ അത് ശരിക്കും എല്ലാവരും അതിശയിപ്പിക്കും. ഇവിടെ ഗുൽമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ സന്തോഷത്തിൽ ആഹ്ലാദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പന്നിക്കുട്ടൻ അവൻ വേദന കൊണ്ട് പൊളയുകയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഭയങ്കര അതിശയം. ഓ നോ, സിംഗിൾ ഫിംഗർ കൊണ്ട് അവൻ അയാളെ തോൽപ്പിച്ചു. ശരിക്കും മാസ്റ്ററിന്റെ പവറും കഴിവും അതവന് കിട്ടി. ഗോകു ആണെങ്കിൽ ഫൈറ്റ് ചെയ്ത് തിരികെ വന്ന് ഇപ്പോ അവന്റെ ഫ്രണ്ട് മൊട്ടപ്പനോട് സംസാരിക്കുകയാണ്. അപ്പോഴായിരിക്കും മൊട്ടപ്പന്റെ പഴയ ടീംമേറ്റ്സ് അവരവിടേക്ക് വരിക. അവരാണെങ്കിൽ നിർത്താതെ മൊട്ടപ്പനെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തും. അതിലൊരുത്തനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, ഞാനാണ്. അവരാണെങ്കിൽ അത്രയും പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അതെല്ലാം കേട്ട മൊട്ടപ്പനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ഒരു കാരണവശാലും നീ ഇതൊന്നും കേട്ട് പേടിക്കരുത്, എന്റെ ഫുൾ സ്ട്രെങ്ത് എന്താണെന്ന് കാണിച്ചു കൊടുത്ത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ വീണ്ടും കൂടുതൽ എനർജി ആർജിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗുൽമ, അവളാണെങ്കിൽ ഹാൻസം ബോയ് നോക്കി കൈവീശി കാണിക്കും. അടുത്ത നിമിഷം പന്നിയുടെ കൺട്രോൾ പോയി അവർ 2 പേരും അടിച്ച് വീഴുകയാണ്. അവൾ താഴെ വീഴുന്നത് കണ്ട് ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും അവൾ നോക്കി ചിരിക്കും. അവളാണെങ്കിൽ നാണം കെട്ട് അങ്ങനെ തല താഴ്ത്തിയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഗുൽമ പെണ്ണും പന്നിക്കുട്ടനും റാബിറ്റും അവർ 3 പേരും ഹായായിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ്. ഇവിടെ അടുത്ത ഫൈറ്റ് ചെയ്യേണ്ട ആൾക്കാരെ അനൗൺസ് ചെയ്തു. 93, 94 നമ്പറുള്ള
ഫൈറ്റേഴ്സ് ആണ് അടുത്തായിട്ട് മത്സരിക്കേണ്ടത്. 93 നമ്മുടെ മൊട്ടപ്പന്റേതാണ്. 94 അവൻ പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന അവന്റെ ഹിറ്റിംഗ് പാർട്ണറിന്റേതാണ്. അവനാണെങ്കിൽ നല്ല രീതിയിൽ പേടി തോന്നും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു രീതിയിലും നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല, നിന്റെ പവർ എന്താണെന്ന് അവനും അവന്റെ കൂടെയുള്ളവരും എല്ലാവരും കാണണം. അത് കേട്ട് മുട്ടപ്പൻ അവനാണെങ്കിൽ കോൺഫിഡൻസ് എല്ലാം സംഭരിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആ ഒരു ഗോതയിലേക്ക് കയറി വരും. 94 നമ്പറുള്ള അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പൊ മൊട്ടപ്പനെ കളിയാക്കുകയാണ്. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ശ്രമിക്കും. അതിനാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്തു പോയി കറങ്ങി വന്ന് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ അവനങ്ങനെ തെറിച്ചു പോയി മുൻപുണ്ടായിരുന്ന ആ ഒരു ചുമരിൽ പോയി ആഞ്ഞെട്ടിക്കുകയാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും അത്ഭുതത്തോടു കൂടെ മൊട്ടപ്പനെ നോക്കും. ആ ഒരു മത്സരത്തിൽ ഇപ്പൊ 93 അതായത് നമ്മുടെ മൊട്ടപ്പൻ അവൻ ജയിച്ചതായിട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഇവിടെ ഒൽമയാണെങ്കിൽ പന്നിക്കുട്ടനോട് പറയും, നീ നല്ലൊരു ലാഡറായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തതായിട്ട് ഞാൻ നിന്നെ ക്യാൻഡി സ്റ്റോറിലേക്ക് കൊണ്ടുപോകും. അത് കേൾക്കേണ്ട താമസം പന്നിക്കുട്ടൻ ഒരു ലാഡറായിട്ട് മാറും. ഉടനെ റാബിറ്റ് ആണെങ്കിൽ ദൂരത്തായിട്ട് ക്രിയേറ്റ് ആയ ആ വലിയ ദ്വാരം അത് ഒൽമയ്ക്ക് കാണിച്ചു കൊടുക്കും. അവൾ ഓടി വന്ന് അതിലൂടെ നോക്കും. അതിലൂടെ ഇപ്പോ അവിടെ നടക്കുന്ന മത്സരങ്ങളെല്ലാം കാണാം. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. പന്നിക്കുട്ട, എനിക്ക് നിന്റെ ലാഡർ അത് ആവശ്യമില്ല എന്ന് പറയും. അത് കേട്ട് കുശുമ്പ ഒത്തി സാഡായിട്ട് നമ്മുടെ പന്നിക്കുട്ടൻ അവനങ്ങനെ മാറിയിരിക്കുകയാണ്. ഇവിടെ അടുത്തായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹാൻസം ബോയ്. അവനാണെങ്കിൽ ഒരു വലിയ ജയന്റിനെ അടിച്ച് താഴെയിടും. ഒരൊറ്റ പഞ്ചിൽ നോക്കൗട്ട് ആവും. മത്സരമാണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. ഗോക്കു അവന്റെ ഓപ്പണന്റായ ഓരോരുത്തരായിട്ട് ഇടിച്ച് തോൽപ്പിക്കും. മൊട്ടപ്പയ്യൻ അവനാണെങ്കിൽ ഒരു ജിം മാനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ആ ജിം മാൻ മൊട്ടപ്പയ്യനെ പിടിച്ചു വലിച്ച് പുറഞ്ചം ആഞ്ഞു തല്ലുകയാണ്. ഉള്ളവരെല്ലാവരും മൊട്ടപ്പയ്യന്റെ കാറ്റ് പോയെന്ന് കരുതി നിൽക്കുന്ന ആ സമയം മൊട്ടപ്പയ്യന്റെ കൈ അത് പതിയെ അനങ്ങി അവർ എഴുന്നേക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് അവനാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എന്തു പറ്റി, ഞാൻ ഒറ്റയടിക്ക് നോക്കൗട്ട് ആയെന്നാണോ നീ കരുതിയത്? അടുത്തതായിട്ട് എന്റെ സ്പെഷ്യൽ പഞ്ച് അത് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവൻ കറങ്ങി വന്നൊരു ഒറ്റ പഞ്ച്. ആ ഒരു പഞ്ചിൽ ഇപ്പൊ അവന്റെ കഥ കഴിയും. അതിനുശേഷം നമ്മുടെ ഹാൻസം ബോയ് അവനും അവന്റെ ഓപ്പോസിറ്റ് വന്ന ഒരുത്തനെ തല്ലി വീഴ്ത്തുകയാണ്. പിന്നീട് നമ്മുടെ ആൾക്കാർ അവർ ഒരുപാട് നേരം ഒരുപാട് പേരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഇപ്പൊ മെയിൻ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് 35 നമ്മുടെ ഹാൻസം ബോയും അതുപോലെ തന്നെ 40 ഒരു ഫോക്സും രണ്ടുപേരും ഗോതയിലേക്ക് വന്ന് ഇപ്പൊ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ആ ഫോക്സ് ആണെങ്കിൽ ഹാൻസം ബോയോട് പറയും, നിങ്ങളെപ്പോലുള്ള ഹ്യൂമൻസ് അവർ വെറും വീക്കാണ്. എന്റെ പവറിന്റെ ശക്തിയുടെ മുൻപിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ ഹാൻസം ബോയ് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അതിന് മറുപടി നാവ് കൊണ്ടായിരിക്കില്ല, മറിച്ച് കൈകൊണ്ടായിരിക്കും പറയുക. അവർ രണ്ടുപേരും ചാടി വന്ന് പരസ്പരം പഞ്ച് ചെയ്യും. അവരൊറ്റ പഞ്ചിൽ അവർക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടായി തിരിഞ്ഞു നിൽക്കും. ആർക്കാണ് എന്താണ് കാര്യമായിട്ട് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ഫോക്സ് കറങ്ങി അടിച്ച് താഴേക്ക് വീഴും. സോ ദ റിയൽ ഫൈനലിലേക്ക് ഇപ്പൊ നമ്മുടെ ഹാൻസം ബോയ് അവൻ സെലക്ടഡ് ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഇപ്പോ ഒരു ശക്തനായിട്ടുള്ള എതിരാളിയുടെ മുൻപിൽ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യില്ല, നിനക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവൻ വമ്പം പോസ്റ്ററൊക്കെ കൊടുത്ത് നിൽക്കും. ഇവിടെ കപ്പട മീശക്കാരൻ ഗോക്കു അടിമുടിയോ നോക്കും. അവന്റെ നിൽപ്പ് കണ്ടാ അറിയാം അവൻ ഭയങ്കര വീക്കാണ്. തീർച്ചയായിട്ടും എനിക്ക് പയ്യനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോയി താഴേക്ക് വന്ന് അവനെ തൂക്കിയെടുക്കും. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ഗോക്കു അവനെ കറക്കി ആ ഒരു ഗോതയിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയും. അങ്ങനെ നമ്മുടെ ഗോക്കുവും ഇപ്പൊ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. അടുത്തതായിട്ട് മൊട്ടപ്പനാണ്. സോ ഗോക്കു ആണെങ്കിൽ അവന് ഫുൾ കോൺഫിഡൻസ് കൊടുത്ത് ഇപ്പൊ അവനെ ഗോതയിലേക്ക് അയക്കും. മൊട്ടപ്പനും ഫൈനൽസിലേക്ക് കയറാനുള്ള ആവേശത്തിൽ ഇപ്പൊ ഗോതയിലേക്ക് ചാടി വരും. അവൻ ഓപ്പണന്റ് ആയിട്ട് കളിക്കുന്നത് ഒരു വലിയ കരടിക്കും. മൊട്ടപ്പനാണെങ്കിൽ അതൊന്നും കണ്ട് പേടിക്കാതെ അതിനെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം ഇടിച്ച് ലാസ്റ്റ് അതിന്റെ തലയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കും. ആ ചവിട്ടില് അതും അടിച്ചു വീഴും. അങ്ങനെ മൊട്ടപ്പനും ഹാൻസം പയ്യനും ഗോക്കുവും അവർ 3 പേരും ഫൈനൽസിലേക്ക് സെലക്ടഡ് ആയിരിക്കുകയാണ്. ഹാൻസം പയ്യനാണെങ്കിൽ അല്പം ടെൻഷനാവും. കാരണം ഗോക്കുവും മൊട്ടപ്പയ്യനും അവർ രണ്ടുപേരും പഴയതുപോലല്ല, നല്ല പവർഫുൾ ആണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. ഇനി നടക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റുമുട്ടുന്ന ആ മെയിൻ ഫൈനൽ മത്സരമാണ്. ടൈം ലിമിറ്റ് ഇല്ലാത്ത നോൺ സ്റ്റോപ്പ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഫൈനൽ മത്സരം. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.